ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെയായിട്ടുണ്ട്? LP UPയുടെ ഒക്കെ ഡേറ്റൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? LDCൻ്റെ മാസവും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പഠനത്തിൽ ഉഴപ്പിയാൽ നിങ്ങൾക്ക് വർഷങ്ങളാണ് മിസ് ചെയ്യാമെന്ന് ഓർത്താൽ നമുക്ക് പഠിക്കാനുള്ള മടിയൊക്കെ മാറിയിട്ട് ഊർജ്ജം കിട്ടും. അതുപോലെ നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ അനുഭവങ്ങൾ മനസ്സിലേക്ക് നിറച്ച് വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ള മടിയൊക്കെ മാറിയിട്ട് ഒരു പഠിക്കണം എന്നുള്ളൊരു ചിന്ത വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് മടി കൂടാതെ പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കറിയാം റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേജുകളുണ്ട് അല്ലേ? റാങ്ക് ഫയലിൽ എങ്ങനെയാണ് നമ്മൾ ആ റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യാം? അത് ഒരിക്കലും പോസിബിൾ അല്ല. അല്ലെങ്കിൽ നമുക്ക് കുറേ മാസം നമ്മളെ കയ്യിൽ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ എടുത്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് മാത്രം പഠിക്കുക. എന്നിട്ട് അത് തന്നെ റിവേഴ്സ് ചെയ്യുക. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ഏകദേശം ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഭരണഘടന. ഭരണഘടനയിൽ നമ്മൾ ഓരോ ആശയങ്ങളും കടമെടുത്തിരിക്കുന്നത് ഓരോ രാജ്യങ്ങളിൽ നിന്നാണ്. ലൈക്ക് അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു മാർക്ക് നമുക്ക് അതിൽ ഉറപ്പിക്കാം. ഓരോ രാജ്യത്തുനിന്നും ഓരോന്ന് കടമെടുത്തതായതുകൊണ്ട് നമ്മളിങ്ങനെ കാണാതെ പഠിച്ചാൽ നമുക്ക് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ സാധാരണ പറയുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും കോഡായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കത് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. ചില ആൾക്കാർക്ക് അല്ലാതെ തന്നെ പഠിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ അങ്ങനെ പഠിച്ചോളൂ. പക്ഷേ അങ്ങനെ കൺഫ്യൂഷൻ വരുന്നവർക്ക് ഇങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അമേരിക്കയിൽ നിന്നും കടമെടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കോഡാക്കി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ കോഡായിട്ട് പഠിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിൽ ഉറച്ചു വെക്കും. അതാണ് ഇങ്ങനെ പഠിക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മളെ കോഡ് ഇതാണ്. അമേരിക്ക എന്ന രാജ്യത്ത് സർവ്വസ്വതന്ത്രയായി സുപ്രിയയും ഉമയും ലിജിയും അടിച്ചു പൊളിച്ചു. ഒന്നുകൂടി പറയാം. അമേരിക്ക എന്ന രാജ്യത്ത് സർവ്വസ്വതന്ത്രയായി സുപ്രിയയും ഉമയും ലിജിയും അടിച്ചു പൊളിച്ചു. ഇനി ഓരോ വാക്കുകളും എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അമേരിക്കയിൽ നിന്ന് അമേരിക്ക എന്ന രാജ്യം തന്നെ. രാജ്യത്ത് നിന്നും രാജ്യസഭ, സർവ്വ സൈന്യാധിപൻ പ്രസിഡൻ്റാണ്. സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അടുത്തത് സുപ്രിയയിൽ നിന്ന് സുപ്രീം കോടതി, ഉമയിൽ നിന്ന് ഉപരാഷ്ട്രപതിയും മൗലികാവകാശങ്ങളും, ലിജിയിൽ നിന്ന് ലിഖിത ഭരണഘടന, ജുഡീഷ്യൽ റിവ്യൂ. അത് രണ്ട് വാക്കിൽ നിന്നും ഒരു വാക്കിൽ നിന്ന് രണ്ട് വേർഡുകളുണ്ട് കേട്ടോ. ഉമയിൽ നിന്ന് ഉപരാഷ്ട്രപതിയും മൗലികാവകാശങ്ങളും, ലിജിയിൽ നിന്ന് ലിഖിത ഭരണഘടന, ജുഡീഷ്യൽ റിവ്യൂ. ഇനി അടുത്തത് അടിച്ചു പൊളിച്ചു നമുക്ക് എന്തൊക്കെ കിട്ടണം? ആയിൽ നിന്ന് ആമുഖവും ഒരു അടിച്ചു പൊളിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതിൽ ഇംപീച്ച്മെൻ്റ് ആണ് ഉദ്ദേശിച്ചത്. പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റും സുപ്രീം കോടതി, ഹൈക്കോടതി, ചീഫ് ജസ്റ്റിസുമാരുടെ ഇംപീച്ച്മെൻറ്റും ഇതിൽ നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളല്ല കോഡ്. അമേരിക്ക എന്ന രാജ്യത്ത് സർവ്വസ്വതന്ത്രയായി സുപ്രിയയും ലിജിയും ഉമയും അടിച്ചു പൊളിച്ചു. ഇങ്ങനത്തെ കോഡുകളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്ത് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കോഡ് ഒന്നുകൂടി പറഞ്ഞുതരാം. അമേരിക്ക എന്ന രാജ്യത്ത് സർവ്വസ്വാതന്ത്രയായി സുപ്രിയയും ലിജിയും ഉമയും അടിച്ചു പൊളിച്ചു.